ഇപ്പോൾ കണ്ണീര് കുടിപ്പിക്കുന്നത് അവർ തന്നെ. അതിൽ നിന്ന് പുറത്ത് വന്ന് ഇനിയെങ്കിലും ഹാപ്പിയാ അയാൾ വരുന്നത് ആര്? നമ്മുടെ ഹീറോ. അവരെ കാണുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈസ് എല്ലാം പറക്കും. മുഴുവനും സന്തോഷമായിട്ട് വച്ചിരിക്കാന്ന് പറഞ്ഞതും അവർ തന്നെ. ഇപ്പോൾ കണ്ണീര് കുടിപ്പിക്കുന്നത് അവർ തന്നെ. ഇത് എന്ത് വിരോധാഭാസമാണെന്ന് ചിന്തിക്കുന്നോ? നമ്മുടെ ജീവിതം നോർമലായിട്ടോ അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ടോ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളോ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലരുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു കൊടുങ്കാറ്റൊക്കെ വീശി വല്ല വിധനയെ അതിൽ നിന്ന് പുറത്ത് വന്ന് ഇനിയെങ്കിലും ഹാപ്പിയാ സന്തോഷമാ നല്ല ആൾക്കാരോട് ജീവിക്കണമെന്ന് തീരുമാനമെടുത്ത് ആ ഒഴുക്കിനകത്ത് അവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അയാൾ വരുന്നത് ആര്? നമ്മുടെ ഹീറോ. അവരെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും, ഒരു സ്പാർക്ക് വരും, ബട്ടർഫ്ലൈസ് എല്ലാം പറക്കും. അവരോട് ഇടപഴകാനും അവരോട് ജീവിതം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. അവർ പറ്റിക്കുമോ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നിയാലും അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്നും നമ്മുടെ തോന്നൽ വെറുതെയാണെന്നും ഒരു പീരീഡ് ആകുമ്പോൾ നമുക്ക് തോന്നാൻ തുടങ്ങും. അതാണ് കാർമിക് സോൾമേറ്റ്. ജീവിക്കുകയാണെങ്കിൽ അവരോട് ജീവിച്ചാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്നും എന്തോ ഈ ലോകത്ത് വേറെ ആളെ ഇല്ലാത്തതുപോലെയും അവരെ പറ്റി ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതേ സെയിം ഫീലിംഗ് ആയിരിക്കും അവർക്കും. നിങ്ങളെ കാണുമ്പോൾ ബട്ടർഫ്ലൈസ് പറക്കും, നിങ്ങളെ പറ്റി ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ നിങ്ങളോട് പറയുകയും ചെയ്യും നിങ്ങളില്ലാത്ത ജീവിതം വേസ്റ്റ് ആണെന്ന്. ഫ്ലർട്ടിങ് മാറി മാറി രണ്ടുപേരും ചെയ്യും. എന്നാൽ അവർക്ക് അതൊരു കുറ്റമായിട്ട് തോന്നില്ല, കാരണം അത്രയ്ക്ക് ക്ലോസ് ആയിരിക്കും ഇവർ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ അതേ സെയിം ഫീലിങ്സ് ആയിരിക്കും അവർക്കും. അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്തതല്ലോ. രണ്ടുപേർക്കും സെയിം ഫീലിങ്സ് ആയതുകൊണ്ട് തന്നെ മെന്റൽ അഡിക്ഷനും ഫിസിക്കൽ അഡിക്ഷനും ഒക്കെ ഓവർ ആകും. ഓവർ പൊസസീവ്നെസ്, ഓവർ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, ഓവർ അറ്റാച്ച്മെന്റ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ബന്ധം ടോക്സിക് ആവും. കേട്ടിട്ടില്ലേ, അധികമായ അമൃതം വിഷമെന്ന്? അത് തന്നെയാണ് ഈ ബന്ധത്തിൽ സംഭവിക്കുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, തുടക്കത്തിലെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ആഹാ ഓഹോ എന്നൊക്കെ ഇരുന്നു, പിന്നീടാണ് എന്റെ ബന്ധം ഇങ്ങനെ ആയതെന്ന്. ഇവരുടെ ജീവിതത്തിൽ എല്ലാം സ്പീഡായിരിക്കും. ലവ് ചെയ്യുന്നത് സ്പീഡായിരിക്കും, കല്യാണം കഴിക്കുന്നത് സ്പീഡായിരിക്കും, എന്നിട്ട് അവർ പിരിയുകയും ചെയ്യും. അവർ അങ്ങനെ റീജോയിൻ ആയാലും പഴയതുപോലെ ഇരിക്കുന്നത് കുറച്ച് കഠിനം തന്നെയാണ്. അങ്ങനെ ആയാലും ഇവർ ഹെർട്ട് ചെയ്യാനാണ് കൂടുതലും സാധ്യത. ചിലർ വിട്ടു പോയിരിക്കും, തിരികെ വരണമെന്നില്ല, വളരെ ദൂരെ പോയിരിക്കും. ചിലർ ടച്ചിലിരിക്കും, എന്നാലും വലിയ വെൽവിഷറൊന്നും ആയിരിക്കില്ല അവർ. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വൈബും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും തോന്നുന്നത്. ഈ ബന്ധം നിങ്ങൾക്ക് തന്നത് യൂണിവേഴ്സ് ആണ്. യൂണിവേഴ്സ് എല്ലാവർക്കും നല്ലതാണല്ലോ കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് എനിക്ക് ഈ ബന്ധം യൂണിവേഴ്സ് തന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ലെസൺസ്. ആ വ്യക്തിയിലൂടെ നമ്മൾ കുറേ ലെസൺസ് പഠിക്കാനുണ്ട്. അതിനാണ് അയാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ലൈഫിന്റെ വാല്യൂ, നമ്മുടെ വാല്യൂ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ പല തെറ്റുകളും ചെയ്തിരിക്കും. ആ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നൊരു പാഠം പഠിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് നമ്മൾക്ക് അവരെ തന്നത്. ചിലരൊക്കെ പറഞ്ഞു കേട്ടില്ല, ഞാൻ ബ്രേക്കപ്പിന് ശേഷമാണ് മെച്ചുവേർഡ് ആയത്, അതിനുശേഷമാണ് ഞാൻ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത്. അതൊക്കെ ഇതാണ് നമ്മുടെ ലൈഫിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ കാർമിക് സോൾമേറ്റിന്റെ കൂടെയാണോ ജീവിക്കുന്നത്, അതോ സ്നേഹമുള്ള സോൾമേറ്റിന്റെ കൂടെയാണോ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, ഇതിനെന്തെങ്കിലും ഒരു അടയാളം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്പർ 1, കണ്ട ഉടനെ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടും. അതിന് കൂടുതൽ ടൈം ഒന്നും വേണ്ടി വരില്ല, ഒരു സ്പാർക്ക് വരും. നമ്പർ 2, പരസ്പര ആകർഷണം അധികമായിരിക്കും. എപ്പോഴും അവരെ കുറിച്ച് ചിന്തിച്ച് നാണം കുണിഞ്ഞ് ഒരു ഡ്രീം കണ്ടുകൊണ്ടിരിക്കും. നമ്പർ 3, എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല. രണ്ടുപേർക്കും സെയിം ഫീലിങ്സ് ആയിരിക്കും. വലിയ ജോലിയൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് അവർ പറയും. 5, ഇവർക്കൊന്നാകാൻ വേണ്ടിയുള്ള എല്ലാ സിറ്റുവേഷൻസും യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കി കൊടുക്കും. തുടക്കം മുതലേ അവർക്ക് അതിനുള്ള ഒരു തടസ്സവും ഉണ്ടാകില്ല. ഈ 5 അഡിക്ഷനും അഡിക്റ്റ് ആയതിനു ശേഷം ചില മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു ഭയം വരും. ഈ ഭയം അവരെ ഭരിക്കാനും തുടങ്ങും. ഈ ബന്ധം ശരിയാവോ, ഇത് സക്സസ്ഫുൾ ആവോ, കാലം മുഴുവൻ ഇവർ നമ്മളെ കൂടെ ഇരിക്കോ എന്നുള്ള പേടി വരും. അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ അവരോട് പോയി സംസാരിക്കാൻ കൊതിച്ചുകൊണ്ടേയിരിക്കും. അവരൊരു ഹോപ്പ് തരുമെന്നും ഈ പേടി മാറാനും വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നത് കുറയ്ക്കും, നിങ്ങളെ അവോയ്ഡ് ചെയ്യും, നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്നാലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ തോന്നും. എന്നിട്ട് നിങ്ങൾ സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ ഇങ്ങനെ ഈ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകും. എന്നാൽ അവർ ദുഃഖവും വേദനയും എല്ലാം തന്നിട്ട് അവർ ഈസി ആയിട്ട് പിരിഞ്ഞു പോകും. നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡിഷൻ കൊടുത്ത് അതിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അതിൽ നിന്നൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടില്ല, ഡിവോഴ്സ് ആയതിനു ശേഷമാണ് ഞാൻ മെച്ചുവേർഡ് ആയത്, ഞാൻ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് പോലെ എനിക്ക് അറിയില്ലായിരുന്നു, ഒരു കണക്കിന് ഇത് നന്നായി എന്നൊക്കെ. ഇത് അവരുടെ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം പഠിച്ചതാണ്. അതിനു വേണ്ടിയാണ് അവർ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നത്. ഈ റിലേഷൻ കാർമിക് റിലേഷൻ ആണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഫസ്റ്റിൽ കഴിയില്ല, മാറിപ്പോകാനും കഴിയില്ല. കാരണം നമ്മൾ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്.
ഫൈനലി നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ ജീവിച്ചത് ഒരു കാർമിക് റിലേഷൻ്റെ കൂടെ ആയിരുന്നുവെന്നും ഇതിന്റെ കർമ്മയായിരിക്കാം എന്നും നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള കാർമിക് റിലേഷൻസ് എല്ലാവരുടെ ലൈഫിലും ഇരിക്കും, ഒരാളെങ്കിലും ഉണ്ടാവും, ചിലർക്ക് 3-4 പേരൊക്കെ ഉണ്ടാവും. ഒരു സ്റ്റേജ് ആകുമ്പോൾ ഈ കാർമിക് റിലേഷൻസ് എല്ലാം കട്ടായി പോകും. പിന്നീട് വലിയ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇരിക്കില്ല. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബായിരിക്കും. അവരും വലുതായിട്ട് നമ്മളെ റെസ്പെക്റ്റും ചെയ്യില്ല, റെസ്പോണ്ടും ചെയ്യില്ല, നമ്മുടെ ഒരു വെൽവിഷറായിട്ട് ഇരിക്കുകയില്ല. സോ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു വേദനയായിരിക്കും തോന്നുക. മൊത്തത്തിൽ ചിലത് പഠിപ്പിക്കാനും മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ കാർമിക് റിലേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.